ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒറ്റപ്പാലത്താണ്. നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് അറിഞ്ഞത്. അതായത് ഒറ്റപ്പാലത്ത് വന്ന് ഭക്ഷണത്തിന്റെ ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ, അതും ഏത് തരം ഭക്ഷണമായിക്കോട്ടെ, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഇതൊരു അറബിക് റെസ്റ്റോറന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ എല്ലാ തരം ഫുഡ് കിട്ടുമെന്നാണ് ആ ഫ്രണ്ട് പറഞ്ഞത്. അപ്പൊ ഇതാണ് അറേബ്യൻ റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ അറേബ്യൻ ഗ്രിൽ ആൻഡ് ഫ്രൈ റെസ്റ്റോറന്റ്. സത്യത്തിൽ ഇത് കണ്ടിട്ട് ഒറ്റപ്പാലത്തെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു അറബിക് സ്റ്റൈല് കിട്ടാൻ വേണ്ടി സൈഡിൽ ഈന്തപ്പനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് കയറുമ്പോൾ നമ്മളെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് ഇവരുടെ കറങ്ങുന്ന ഷവായിയും പിന്നെ ലെയറായി അടുക്കി ചൂടാക്കി എടുക്കുന്ന ഷവർമയുമാണ്. പക്ഷെ ഷവായ 4 മണിക്ക് ശേഷം റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞപ്പോ ചെറിയൊരു ദുഃഖം തോന്നി. പിന്നെ ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് കുറച്ച് സന്തോഷം തോന്നിയത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ ഒരു ഹ്യൂജ് ബില്ലിംഗ് കൗണ്ടറും പാർസൽ കൗണ്ടറുമാണ്. തൊട്ടടുത്ത് തന്നെ ഇവരുടെ കിച്ചണും പാൻട്രി ഏരിയയും വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലീനിയർ സ്റ്റൈലിലുള്ള ഇവരുടെ ഡൈനിങ് സ്പേസും വരുന്നുണ്ട്. നമ്മൾ എത്തിയപ്പോ ഏകദേശം 2:30 ആയിട്ടുണ്ട്. കുറച്ച് മുമ്പ് വരെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കാണുന്നതാണ് ലീനിയർ സ്പേസിലുള്ള ഇവരുടെ കോമൺ ഡൈനിങ് ഏരിയ. ലിഫ്റ്റ് സർവീസ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റെയർസ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതേപോലെ പ്രായമായവർക്കും ഇവിടെ ഇരിക്കാവുന്നതാണ്. കൂടുതലും സീറ്റിംഗ് കപ്പാസിറ്റി മുകളിലാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം. ഇവിടെ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ പോട്ടഡ് പ്ലാന്റിന്റെ ഡിസൈനിലുള്ള റൂഫിംഗ് ആണ്. താഴത്തെ ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റോയൽ ലുക്കിലുള്ള ഗംഭീര ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോ ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആയാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും എല്ലാം നല്ലൊരു ഫൈൻ ഡൈൻ ഫാമിലി ആംബിയൻസ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലഞ്ച് ടൈം കഴിഞ്ഞിട്ടും ഇപ്പോഴും കുറെ കസ്റ്റമേഴ്സ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് പോകുന്നുണ്ട്, ചില പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഫുള്ളി എയർ കണ്ടീഷൻ സ്പേസ് ആയതുകൊണ്ട് നല്ലൊരു കൂൾ കോംഫി ആൻഡ് കോസി ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇദ്ദേഹമാണ് മിസ്റ്റർ സനൂപ്. അറേബ്യൻ റെസ്റ്റോറൻറ്റ്സ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിന്റെയും നെറ്റ്വർക്ക് മാനേജർ ആണ്. ഒരു റോക്ക് സ്റ്റാർ ലുക്ക് ഉണ്ടെങ്കിലും വളരെ കൂൾ ആൻഡ് സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. റെസ്റ്റോറന്റിനെയും ഫുഡിനെയും കുറിച്ച് എന്തറിയണമെങ്കിൽ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഗ്രൂപ്പ് സീറ്റിംഗ് ഉള്ള ഈ സ്പേസിൽ ഇരുന്ന് ഇവരുടെ മെനു നോക്കാം. ഇവരുടെ മെനു കണ്ടപ്പോ മോനെ തല കറങ്ങി തുടങ്ങി. കാരണം ഇത്രയ്ക്കും വാസ്റ്റ് ആൻഡ് എലാബറേറ്റ് മെനു ഇപ്പൊ അടുത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല. കസ്റ്റമേഴ്സിന് എന്ത് വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. അധികം താമസിയാതെ തന്നെ ഓരോന്ന് എത്തിത്തുടങ്ങി. ആദ്യം എത്തിയത് ഈ ഒരു ബിരിയാണിയാണ്. പിന്നെ ഈ ഒരു ഐറ്റം എത്തിയിട്ടുണ്ട്. ആഹാ, ഫ്രൈഡ് ചിക്കനും ഉണ്ട്. പിന്നെ ഈ ഒരു ഫിഷ് ഐറ്റം എത്തിയിട്ടുണ്ട്. നല്ല നൂൽ പൊറോട്ട വന്നിട്ടുണ്ട്. പിന്നെ ഈ കോമൺ ഡിപ്സ് വെച്ചിട്ടുണ്ട്. ഒരു കറി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട അത്യാവശ്യ ഡിപ്പുകൾ ഇങ്ങനെ അൺലിമിറ്റഡ് ആയി ടേബിൾമ വെക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ഇതിൽ മയണൈസ് വരുന്നുണ്ട്, മിന്റ് ഡിപ്പ് വരുന്നുണ്ട്, സാൽസ ഡിപ്പും വരുന്നുണ്ട്. പിന്നെ ഒരു പ്ലാറ്റർ ആണ് വന്നത്. അതിന് പിന്നാലെ ചെറിയ പോർഷൻ മന്തി റൈസ് വന്നിട്ടുണ്ട്. 2 ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ജ്യൂസസ് വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഇവരുടെ ഷവർമയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവരുടെ ഷവായും ഷവർമയും കൂടാതെ നല്ല ഫ്രൈഡ് ചിക്കൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ വളരെ ആശ്ചര്യവും സന്തോഷവും തോന്നി. അപ്പോ ഈ റെസ്റ്റോറന്റിൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇവരുടെ അറേബ്യൻ ഫ്രൈഡ് ചിക്കന്റെ 2 പീസസിന്റെ ഓപ്ഷനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമുക്ക് എന്തായാലും ഇതിന്ന് ഒരു ബൈറ്റ് എടുക്കാം. ആഹാ, നല്ല കിഡിലൻ ക്രിസ്പി ക്രാക്ലിംഗ് ഫ്രൈഡ് ചിക്കൻ. പൊതുവെ കിട്ടുന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ടേസ്റ്റിനെയും ക്വാളിറ്റിനെയും വെല്ലുന്ന രീതിയിലുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഒരു സ്പൈസി മിക്സ് ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് 2 കുബൂസ് വരുന്നുണ്ട്. ഇവര് തന്നെ ഉണ്ടാക്കുന്ന കുബൂസ്. അപ്പൊ നമുക്കിനി ചെറിയ പീസ് കുബൂസ് എടുത്ത് ഇവരുടെ ഫ്രൈഡ് ചിക്കനും കൂട്ടി ഇതെല്ലാം കൂടെ ഇവരുടെ മയണൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവരുടെ മയണൈസിന് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് കുബൂസ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളതാണ്. നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അങ്ങനെ പവനായി ഷവമായി. അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ടർക്കിഷ് ഷവർമയാണ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ആണ്. ശരിക്കും നല്ലൊരു പാക്കിംഗ്, നല്ല വലിയ സൈസ് ആണ്. അതും റുമാലി റൊട്ടിയിലാണ് ഇവരുടെ ഈ ഷവർമ വരുന്നത്. അപ്പൊ നല്ല വലിപ്പവും നല്ല ഫില്ലിങ്ങും ഉള്ളത് കൊണ്ട് 2 കൈ വെച്ച് കഴിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം.
കൊള്ളാം. അധികം സ്പൈസി അല്ലാത്ത ഒരു ഗാർലിക് ഫ്ലേവറിലുള്ള ഫില്ലിംഗ് ആണ് വരുന്നത്. അതും നല്ല സോഫ്റ്റ് റുമാലി റൊട്ടി, നല്ല ക്വാണ്ടിറ്റി. പിന്നെ വന്നത് ഒരു ബ്രെഡ് ഐറ്റം ആണ്. അതിനുശേഷം ഒരു ക്രീമി കറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മിക്സഡ് ചിക്കൻ ഗ്രിൽ പ്ലാറ്റർ. ഇതിൽ ചിക്കൻ ലോളിപോപ്പ് വരുന്നുണ്ട്, ടിക്ക വരുന്നുണ്ട്, മിർച്ചി കബാബ് വരുന്നുണ്ട്, ഹരിയാലി കബാബ് വരുന്നുണ്ട്, അൽഫാമിന്റെ ഒരു ക്വാർട്ടർ പോർഷൻ വരുന്നുണ്ട്, 4 കുബൂസ് വരുന്നുണ്ട്, തന്തൂരി ചിക്കന്റെ ഒരു ക്വാർട്ടർ പോർഷൻ വരുന്നുണ്ട്, സാലഡ് വരുന്നുണ്ട്, ക്വാർട്ടർ പോർഷൻ മന്തി റൈസ് വരുന്നുണ്ട്, 2 ഫ്ലേവറിലുള്ള ജ്യൂസസ് വരുന്നുണ്ട്, പിന്നെ 2 സോഫ്റ്റ് സൂപ്പർ ഫൈൻ നൂൽ പൊറോട്ടയും വരുന്നുണ്ട്. നൂൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും പെർഫെക്ഷൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഒരു റേറ്റിന് നല്ല ഗംഭീര പ്ലാറ്റർ ആണ്. ഇനി ഇത് കഴിച്ചും കൂടി നോക്കിയാൽ നമുക്ക് ഇത് കൺഫേം ചെയ്യാം. ശരിക്കും ഇതിൽ ഷവായയുടെ ഒരു ക്വാർട്ടർ പോർഷൻ ആണ് വരേണ്ടത്, പക്ഷെ അതില്ലാത്തത് കൊണ്ട് അതിനു പകരം 3 ജ്യൂസി ചിക്കൻ ലോളിപോപ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല വലിയ ലോളിപോപ്പ് ആണ്, നല്ല ജ്യൂസി ക്രിസ്പി സോസി ആൻഡ് സ്പൈസി ലോളിപോപ്പ് ആണ്. അടുത്തത് നമുക്ക് ഇതിലുള്ള തന്തൂരി ചിക്കന്റെ ക്വാർട്ടർ പോർഷൻ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അതില് ലേശം ലൈം പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സാധാരണഗതിയിൽ തന്തൂരി ചിക്കൻ നല്ല ഉണങ്ങി വരണ്ട ഹാർഡ് പീസ് ആയിരിക്കും, പക്ഷെ ഇതിൽ നല്ല ജ്യൂസി ആൻഡ് ഫ്ലഷി ചിക്കൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് തന്തൂരി ചിക്കനും ഇതിലുള്ള സാലഡും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാണുന്നത് പോലെ തന്നെ നല്ല ജ്യൂസി ആൻഡ് ഫ്ലഷി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ആണ്. അതായത് നല്ല കഴമ്പുള്ള സോഫ്റ്റ് ചിക്കൻ പോലെയാണ് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മയണൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിഡിലൻ തന്തൂരി ചിക്കൻ. ഇത്രയും കഴിച്ച് ദാഹിച്ചപ്പോ ഈ പ്ലാറ്ററിൽ വരുന്ന ഓറഞ്ച് ജ്യൂസ് ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്ത് നോക്കി. ആഹാ, നല്ല ചിൽഡ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ഓറഞ്ച് ജ്യൂസ്. അടുത്ത് നമുക്ക് ഇതിൽ വരുന്ന ചിക്കൻ ടിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3 ചിക്കൻ ടിക്ക പീസസ് വരുന്നുണ്ട്. അപ്പൊ അതിലൊരെണ്ണം നമുക്ക് ഇതിലുള്ള ആ ടൊമാറ്റോ സാലഡും കൂട്ടി ഇവരുടെ മിന്റ് ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ടിക്കയും നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അടുത്തത് നമുക്ക് ഇതിലുള്ള മിർച്ചി കബാബ് ഒന്ന് കഴിച്ചു നോക്കാം. 2 പീസ് മിർച്ചി കബാബ് വരുന്നുണ്ട്. ഇതിലുള്ള കുക്കുംബർ കൂട്ടി കഴിച്ചപ്പോൾ ഒരു നോർമൽ ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത്, പക്ഷെ അതിനേക്കാൾ ടെംപ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഹരിയാലി കബാബാണ്. അതും 2 പീസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹരിയാലി കബാബ് ഒന്ന് വെറുതെ കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല കിഡിലൻ ഹരിയാലി കബാബ്. ഇതും നല്ല ജ്യൂസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇതിന്റെ കൂടെ വരുന്ന നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസാണ്. അപ്പൊ അതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. വാവ്, നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എസെൻസ് ഓഫ് ഫ്ലേവർ ഒന്നും അല്ല. ഇതിന്റെ കൂടെ 4 കുബൂസ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കഴിച്ച കുബൂസ് തന്നെയാണ്. അപ്പൊ അതിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ലോളിപോപ്പിന്റെ മസാലയാണ്. അപ്പൊ അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല കിഡിലൻ കോമ്പിനേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ആ മന്തി റൈസിൽ നിന്നും കുറച്ച് മന്തി റൈസ് എടുക്കാം. മന്തി റൈസ് പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ നല്ല ഫ്ലേവർഫുൾ അരോമ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് ഇവരുടെ അൽഫഹാമിന്റെ ക്വാർട്ടർ പോർഷൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൽ നോർമൽ അൽഫഹാമാണ് സാധാരണ കൊടുക്കാറ്. അപ്പൊ അതിന് പകരം ഇവരുടെ ഓറഞ്ച് അൽഫഹാമിന്റെ ക്വാർട്ടർ പോർഷൻ തരുമെന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖ്യം ബിഗിലെ എന്നൊരു മനസ്സോടുകൂടി അവരത് മാറ്റി തന്നു. നല്ലൊരു ഓറഞ്ചിഷ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും മന്തിയിലേക്ക് സാധാരണ നമ്മൾ മിക്സ് ചെയ്യാറുള്ളത് പോലെ ആ സാൽസ ഡിപ്പും പിന്നെ കുറച്ച് മിന്റ് ഡിപ്പും അതേപോലെ ഇവരുടെ മയണൈസും കൂട്ടി എല്ലാം കുഴച്ച് അതിലേക്ക് അൽഫഹാമിന്റെ പീസ് കൂട്ടി പിടിക്കുന്നതിന് മുമ്പ് നമുക്കതൊന്ന് വെറുതെ കഴിച്ചു നോക്കാം. കൊള്ളാം, ഇതുവരെയും അധികം കഴിക്കാത്ത ഒരു ഓറഞ്ച് ടാൻജി സോസിന്റെ മാരിനേഷനോട് കൂടിയുള്ള ഒരു ഗ്രിൽഡ് അൽഫഹാമാണ്. അപ്പൊ ഇതെല്ലാം കൂടി പിടിപിടിച്ച് നോക്കാം. നല്ല അസല് മന്തി, അതിന്റെ കൂടെ ഈ ഓറഞ്ച് അൽഫാം കൂടി ആയപ്പോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 2 സ്പെഷ്യൽ ഐറ്റംസ് ആണ് വന്നത്. അപ്പൊ ഇത് എന്ത് വിളമ്പി തരുമ്പോഴും നമുക്ക് സെർവ് ചെയ്യുന്ന ഹുസൈൻ ബായിക്ക് ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് നല്ല വിവരമുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവർക്കുള്ള ഇന്റർനാഷണൽ റെസ്റ്റോറന്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ പയ്യോളി അല്ലെങ്കിൽ പയ്യോളി ചിക്കൻ എന്ന് പറയുന്ന ഒരു സംഭവം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടെംപ്റ്റിംഗ് ലുക്കാണ്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, ഒരു സുഖമുള്ള ഒരു പുളിപ്പ്, അതായത് ഒരു ടാങ്കി ഫ്ലേവറിലുള്ള മീഡിയം സ്പൈസി ചിക്കൻ 65 സ്റ്റൈലിലുള്ള ഫ്രൈഡ് പീസസ് ആണ്. അതിൽ മിൻസ്ഡ് ക്യാരറ്റും തേങ്ങ ചിരവിയതൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇവരുടെ പ്ലാറ്ററിന്റെ കൂടെ വന്ന നൂൽ പൊറോട്ട നമുക്ക് ഗ്രിൽസ് കഴിക്കാൻ ആവശ്യം വന്നില്ല. അപ്പൊ നമ്മൾ അത് ബാക്കിയുള്ള കറികൾ കൂട്ടി കഴിക്കാനാണ് എടുത്തു വെച്ചത്. നല്ല നൂല് പോലുള്ള ഫൈൻ പൊറോട്ട. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ആലപ്പി ചിക്കൻ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് നേരത്തെ വന്ന
ഒരു ക്രീമി കറിയാണ്. കണ്ടിട്ട് ഒരു ഷെഫ് പിള്ള നിർവാണ കറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ലേശം എടുത്ത് അതിന്റെ കൂടെ ആ ചിക്കൻ പീസും എടുത്ത് നമുക്ക് ആ നൂൽ പൊറോട്ട കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ചിക്കനാണ്, അതേപോലെ നല്ല ക്രീമി കറി. ഒരുപക്ഷെ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു കറിയാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആ പൊറോട്ടയും ചിക്കൻ പീസും കറിയും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി ക്രീമി കറി, അതായത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അധികം സ്വീറ്റ് അല്ലാത്ത ഒരു മീഡിയം സ്പൈസി കറി, അതായത് കുട്ടികൾക്ക് പോലും കഴിക്കാം. ഈ പൊറോട്ട കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു കിഡിലൻ കോമ്പിനേഷൻ ആണ്. അധികം എരിവില്ലാത്തവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ കറി തന്നെയാണ്. പിന്നെ സീ ഫുഡ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് 2 ഐറ്റംസ് ആണ്. ഒരെണ്ണം ഈ ഒരു കൂന്തൽ റോസ്റ്റ് ആണ്. ഫിഷ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം സ്ക്വിഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു കിഡിലൻ റോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് ആസ് പെർ സൈസ് ആണ് ഇതിന്റെ റേറ്റ് നിർണ്ണയിക്കുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കണ്ടിട്ട് നല്ല നാടൻ റോസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പൊറോട്ട കൂട്ടി ആ കൂന്തലും ആ മസാലയും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതും നല്ല എരിവും പുളിയൊക്കെ ഉള്ള നാടൻ സ്റ്റൈലിലുള്ള വെപ്പാണ്. ഒരു അടിപൊളി ഐറ്റം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ചിക്കൻ കുൽച്ചയാണ്. അധികം എവിടെയും കാണാത്തൊരു ഐറ്റമാണ്. മിക്കയിടത്തും നോർമൽ കുൽച്ചയാണ് ഉള്ളത്. അപ്പൊ ഇത് ചിക്കൻ കൊണ്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള കുൽച്ചയാണ്. അതിലേക്ക് നമുക്ക് ഇവരുടെ നേരത്തെ വന്ന മറ്റൊരു സ്പെഷ്യൽ കറിയിലുള്ള ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഈ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോ ഇതിന്റെ ഉള്ളിൽ നല്ലപോലെ ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുൽച്ചയിൽ നിന്നും ഒരു ചെറിയ പീസ് പൊട്ടിച്ച് ആ ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സത്യത്തിൽ ഇതിന് ഗ്രേവി ഒന്നും വേണ്ട, വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഷവർമയ്ക്ക് ഉണ്ടാക്കുന്ന അതേ മിക്സ് തന്നെയാണ് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ നേരത്തെ വന്ന ആ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇവരുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്. നല്ലൊരു പ്രസന്റേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം. പൊരിച്ച കോഴി സ്റ്റിക്സിൽ കുത്തിവെച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ഗ്രേവിയിൽ പപ്പടത്തിന്റെ സ്ട്രിപ്സ് ഒക്കെ ആയി തരുന്നൊരു കിടിലൻ ഐറ്റം. കണ്ടാൽ പൊട്ടിത്തെറിച്ചതുപോലെ തോന്നും. ഇനി നമുക്ക് ഇവരുടെ ചട്ടി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആദ്യം വന്നപ്പോ കൊതിയോടുകൂടി കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ബാക്കിയുള്ളതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ് ലാസ്റ്റത്തേക്ക് വെച്ചത്. നല്ലൊരു ടെംപ്റ്റിംഗ് ചിക്കൻ ബിരിയാണി, അതായത് മൊരിഞ്ഞ ഉള്ളിയും മല്ലിയിലയും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് 3-4 വലിയ പീസ് ചിക്കനും പിന്നെ മുട്ടയും ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഇവരുടെ ചിക്കൻ കൊണ്ടാട്ടം, അതും ഒരാൾക്കുള്ള പോർഷൻ വരുന്നുണ്ട്. ശരിക്കും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊതിപ്പിക്കുന്ന സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി. ഇതിന്റെ ഇടയിൽ ദാഹിച്ചപ്പോ ഒരു ജ്യൂസും കൂടി നമ്മൾ ഓർഡർ ചെയ്തു. അപ്പൊ ഇതാണ് ഇവരുടെ മാംഗോ ജ്യൂസ്. കളർ കണ്ടിട്ട് മാംഗോ പോലെ ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ഈ ജ്യൂസ് കുടിച്ചപ്പോ എന്തൊരു സുഖം. അതായത് പാലും മാംഗോ പൾപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തിക് ഷേക്ക് പോലുള്ള ഒരു ജ്യൂസാണ്. അപ്പൊ ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് റൈസ് എടുത്തിടാം. പിന്നെ ഇതിലുള്ള ഒരു ചിക്കൻ പീസ് എടുത്തിടാം. പിന്നെ ഇതിലുള്ള മുട്ട എടുത്തിടാം. പിന്നെ ഇതിന്റെ പിന്നാലെ ഇതിലുള്ള സൈഡ് ഡിഷായ ഇവരുടെ കിഡിലൻ ചിക്കൻ കൊണ്ടാട്ടത്തിലത്തെ ഒരു ചെറിയ പീസ് എടുത്തിടാം. ഇതിലുള്ള ചിക്കനൊക്കെ നല്ല വെൽ കുക്ക്ഡ് സോഫ്റ്റ് ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് ആ ചിക്കന്റെ കുറച്ച് പീസും മുട്ടയുടെ ഒരു ചെറിയ കഷ്ണവും ഇവരുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൽ നല്ല മസാല വരുന്നുണ്ട്. അപ്പൊ ആ മസാലയും ആ ചിക്കന്റെ ചെറിയൊരു പീസും ഇതെല്ലാം കൂട്ടിക്കുഴച്ചൊരു പിടിപിടിച്ച് നോക്കാം. നല്ല അസല് ബിരിയാണി, അതായത് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല മസാലയും നല്ല ഗാർണിഷിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ ബിരിയാണി. ബിരിയാണി ലവേഴ്സിന് ഇത് എന്തായാലും ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ സീ ഫുഡ് ഐറ്റം ആണ് ഇവർ സജസ്റ്റ് ചെയ്ത സമക് അൽഫഹാം, അതായത് ഫിഷ് അൽഫഹാം എന്നാണ് അർത്ഥം വരുന്നത്. ഇതും ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത്. ഒന്നില്ലെങ്കിൽ വറ്റ അല്ലെങ്കിൽ ആവോലിയാണ് ഇവർ അൽഫഹാമാക്കി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് സൈസുള്ള ഒരു ആവോലിയാണ് തന്നത്. ഇതിന്റെ കൂടെ നല്ല ഫ്രഷ് ഗ്രീൻ സാലഡും ആയിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല കഴമ്പുള്ള മീനാണ്. നമുക്ക് മീനിന്റെ ചെറിയൊരു കഷ്ണവും ആ കുക്കുംബറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല മോനെ, നല്ല കിഡിലൻ ഗ്രിൽഡ് ആവോലി ഫിഷ്, അതും അൽഫഹാം സ്റ്റൈലിലുള്ള ഗ്രില്ലിംഗ് ആണ്. സീ ഫുഡ് ലവേഴ്സിന് ഒരു മസ്റ്റ് ഐറ്റം ആണ് ഇത്. ഇവരുടെ ബ്രെഡ് ഐറ്റംസ് കൂട്ടി കഴിക്കാൻ ഇവർ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന കറിയാണ്. ഇതിന്റെ ആവശ്യം വന്നേയില്ല. അപ്പൊ ഇന്നത്തെ ഒരു ഗംഭീര ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിപ്പോ അവരുടെ സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും
ആയാലും ആംബിയൻസ് ആയാലും ഫുഡ് ആയാലും എല്ലാം ഒന്നിനോടൊന്ന് മെച്ചം തന്നെയായിരുന്നു. അതായത് ഇവിടെ കസ്റ്റമേഴ്സ് വന്ന ഇവർ വെറുതെ വിടില്ല. അവർക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അത് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ടാണ് അവരിവിടുന്ന് പോകുന്നത്. ഇവിടെ ഡെസേർട്സിന്റെ ഒരു കുറവല്ലാതെ വേറെ ഒന്നും ഒരു കുറവായി തോന്നിയില്ല. പക്ഷെ അതെല്ലാം ഇവരുടെ ഭക്ഷണത്തിൽ നികത്തുന്നുണ്ട്. അപ്പൊ ഇനി ഒറ്റപ്പാലത്ത് വന്ന് നല്ലൊരു റെസ്റ്റോറന്റ് തപ്പി നടന്ന് ബുദ്ധിമുട്ടണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിൽ ഇട്ടാലും ഇവിടെ തന്നെ എത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയി വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാ തരം നോൺ വെജ് ആൻഡ് വെജ് ഐറ്റംസും ഇവിടെ കിട്ടും. അത് മാത്രമല്ല ഇവിടെ നല്ല സ്പേഷ്യസ് കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. അതും ഇന്റർലോക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ അറബിയിൽ പറയുകയാണെങ്കിൽ അഹ്ലൻ വ സഹ്ലൻ, ഓൾ ആർ വെൽക്കം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.